ഹായ് നമസ്കാരം, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒന്ന് ആദ്യം കണ്ടു നോക്കുക. ചരിത്രത്തിൽ ആദ്യമായി മഞ്ചേരിയിൽ അതിഥി തൊഴിലാളികൾ ഒരു പൊതുപരിപാടി സംഘടിപ്പിച്ചു. കുത്തുകൽ റോഡിൽ അതിഥി തൊഴിലാളി കോളനിയിലാണ് മതപ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ച് കൽക്കട്ട സ്വദേശികൾ കുടുംബമായി ഒത്തുകൂടിയത്. എല്ലാ കുട്ടിക്ക് എങ്ങനെ നെന്മാരി ജോത്സ റെഡിയാക്കി പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൽ കേരളക്ക് നല്ല സപ്പോർട്ട് ഉണ്ടോ? കേരളക്ക് സപ്പോർട്ട് ഉണ്ടോ? പിന്നെ നെന്മാരി നല്ലാക്കി സെറ്റാക്കി. പിന്നെ മഞ്ചരിക്ക് പിന്നെ താന പെർമിഷൻ നല്ലായി. പിന്നെ അവിടെ തന്നെ ലൈറ്റ് വേറെ ഒരു കാക്ക ഉണ്ട്. ഈ കാക്കി നല്ല ഹെൽപ്പിംഗ് ഉണ്ടോ? പിന്നെ ഇൻഷല്ല നെന്മാരി ഈ വർഷം എങ്ങനെ റെഡിയാക്കി അടുത്ത വർഷംക്ക് നല്ല റെഡിയാക്കണം. കേരള നല്ല സെറ്റാക്കി നെന്മാരിക്ക് സപ്പോർട്ട് ആക്കണം. നെന്മാരി അടുത്ത വർഷംക്ക് നല്ല ഉഷാറാക്കി റെഡിയാക്കണം. ഈ വർഷം ഞങ്ങൾക്ക് എത്ര ടൈം ഇല്ല, 10 ദിവസമില്ല ഈ പ്രോഗ്രാം റെഡിയാക്കി. എത്ര സപ്പോർട്ട് ഇല്ല, ടൈം ഇല്ല. പിന്നെ വേറെ വേറെ രാജ്യത്തിലെ എങ്ങനെ ഇല്ല. ഈ കേരളക്ക് ആൾ ഫുൾ സൗദി അറബ് സിസ്റ്റം. കേരളക്ക് നെന്മാരിക്ക് നല്ല ഉഷാറാൾ. എങ്ങനെയാൽ നെന്മാരി വേറെ ഡിസ്ട്രിക്റ്റിലെ പോയിട്ട് ദില്ലി പോയി ബോംബെ പോയി എങ്ങനെ ഉഷാർ ആളില്ല. കേരളത്തിലെ എത്ര ഉഷാർ ആൾ. പിന്നെ നെന്മാരി ഈ ആൾക്ക് ഫുൾ ആൾക്ക് കേരള ആൾക്ക് സപ്പോർട്ടില് എങ്ങനെ പ്രോഗ്രാം റെഡിയാക്കി. 300-ൽ പരം അതിഥി തൊഴിലാളികൾ പങ്കെടുത്തു. ഇനിയും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാൻ തന്നെയാണ് സംഘാടകരുടെ തീരുമാനം. കുത്തുകൽ റോഡിൽ നിന്നും 93 കേരള. ഇപ്പൊ ഇത് അതിഥി തൊഴിലാളികളുടെ ഒരു കുടുംബ സംഘമാണ്. ബംഗാളികളാണ് കൂടുതലും അതിലുണ്ടായിരുന്നത്, മറ്റു സംസ്ഥാനക്കാരില്ല. അപ്പോൾ കൊൽക്കത്തക്കാര്. അപ്പോൾ ഇവര് പ്രത്യേകത വെച്ചാല് ഇവര് കുറെ കാലങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്ത് ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. അപ്പൊ അവരുടെ ഒരു കുടുംബ സംഗമം അതേപോലെ തന്നെ അവരുടെ കലാപരിപാടികളൊക്കെ ആയിട്ട് മഞ്ചേരിയിൽ നടന്ന ഒരു പരിപാടിയാണ് ഡിസംബർ 2-ന്. പല ആളുകളും ഈ ഒരു വിഷയം കണ്ടപ്പോൾ അല്ലെങ്കിൽ ഈ വിഷയം അറിഞ്ഞപ്പോൾ പറയുന്നുണ്ട് ഇത് അവരിപ്പോ ഇവിടെ വന്ന് സെറ്റിലായി, അവരിപ്പോ കുടുംബസംഗമം വരെ നടത്തി തുടങ്ങി, അല്ലെങ്കിൽ അതൊക്കെ ഭയങ്കര സംഭവമാണ്, ഭയങ്കര പ്രശ്നമാണ്, അല്ലെങ്കിൽ അവര് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്ന ഭയങ്കര ഒരു പ്രശ്നമായിട്ടൊക്കെ കാണുന്ന ആളുകളുണ്ട്. എനിക്ക് അത്തരം ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നമ്മളൊക്കെ വിദേശത്ത് പോയി കഴിഞ്ഞാല്, നമ്മളൊക്കെ കേരളീയർ പൊതുവെ വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ അവിടെ കുടുംബസംഗമങ്ങളൊക്കെ നടത്താറുണ്ട്. ഒരിക്കലും ഒരു അറബിയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊന്നും മലയാളികൾ വന്നുകൊണ്ട് ഇവിടെ കുടുംബസംഗമം നടത്തുന്നു എന്നൊന്നും പറഞ്ഞ് നമ്മൾ അധിക്ഷേപിക്കുക അല്ലെങ്കിൽ അവര് ജാഗ്രത നിർദ്ദേശം കൊടുക്കുകയൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവര് ആശങ്കപ്പെട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിൽ ആശങ്കപ്പെടേണ്ടതില്ല. പിന്നെ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പോരായ്മ കൊണ്ടാണല്ലോ അവരിവിടെ വന്ന് ജോലി ചെയ്ത് ഇങ്ങനെ കുടുംബമായിട്ട് ജീവിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ജോലി കൊടുക്കുന്നതുകൊണ്ടാണല്ലോ. എന്തുകൊണ്ടാണ് നമ്മളിവിടെ ജോലി കൊടുക്കുന്നത്? നമ്മുടെ ആളുകൾ ഇവിടെ ജോലി ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതാണ്. അഥവാ ഇനി നമ്മുടെ ആളുകൾ വലിയ ജോലിക്കൊക്കെ വിളിച്ചാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളാണ്. കാരണം അവർക്ക് ഫോർമാലിറ്റീസ് കൂടുതലാണ്, അതേപോലെ തന്നെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നില്ല. ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലെ ആളുകൾക്കുണ്ട്. കൃത്യമായിട്ട് ജോലി ചെയ്യാൻ തയ്യാറാവില്ല. അതേപോലെ തന്നെ ജോലി കൂടുതൽ ഇപ്പോൾ 2-3 ജോലിയൊക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ ഷോപ്പുകളിലൊക്കെ നിൽക്കുകയാണെങ്കിൽ വർക്ക് കൂടുതലാണെങ്കിൽ അവർ പിരാഗിയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇവർക്ക് അങ്ങനെയൊന്നുമില്ല. ഇവരൊക്കെ എത്ര ജോലി കൊടുത്താലും അവർ ചെയ്ത് തീർക്കും. അവർ ആ ഒരു രൂപത്തിൽ, നല്ല രൂപത്തിൽ ജോലി ചെയ്ത് ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവർ ആ ഒരു രൂപത്തിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു പ്രവണത കൊണ്ട് തന്നെ നമ്മളെല്ലാവരും അവരെയൊക്കെ ജോലിക്ക് വിളിക്കുന്നതിന്റെ കാരണം അതാണ്. അവർക്ക് ജോലി കൂടുതൽ കിട്ടാനും കാരണം അതാണ്. നമ്മളങ്ങനെയല്ല. നമ്മൾ വിദേശത്ത് പോയി എന്ത് ജോലി ചെയ്യാൻ തയ്യാറായാലും നാട്ടിൽ നല്ലൊരു ജോലി ചെയ്യാൻ നമ്മളെ ആളുകളൊന്നും തയ്യാറല്ല എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ആരും അവര് ഇവിടെ കുടുംബസംഘം നടത്തി എന്നുള്ളത് കൊണ്ട് നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല. അവരുടേതായിട്ടുള്ള രൂപത്തിൽ അവരും ഇന്ത്യക്കാരാണ്. അതേപോലെ തന്നെ അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവരോട് കൂട്ടായ്മ നടത്തുന്നു. അവരതേപോലെ തന്നെ അവർ കുടുംബസംഗമം നടത്തുന്നു, പരിപാടികൾ നടത്തുന്നു. അതിൽ നമ്മൾ എന്തിനാണ് ആശങ്കപ്പെടേണ്ടത്?